ഇപ്പോൾ മേരിക്കുട്ടിയൊക്കെ ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടി ബെറ്റർ മനുഷ്യനെയെന്ന് എനിക്ക് തോന്നി. എൻ്റെ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലോട്ട് ഓഫ് തിങ്സ് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിനോട് മാത്രമല്ല, ജനറലി നമ്മൾ കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആവും ചില സമയങ്ങളിൽ പല കാര്യങ്ങൾ. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ വീൽ ചെയറിലാവുന്ന ആൾക്കാരില്ലേ, ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പ്രോബ്ലം ഇവിടെ നിന്നറിയോ, അവരെ കാണുമ്പോൾ ഒരു സിമ്പതിയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ ശരിയല്ല എന്നാണ് അർത്ഥം. നമ്മുടെ സൊസൈറ്റി വളരുന്നത് ഇവരെ നമ്മൾ ഈക്വലായിട്ട് കാണുന്നു. അവർ നമുക്ക് ചീത്ത പറയാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുന്നു. അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് അയ്യോ പാവം എന്ന് പറയുന്നതാണ് ക്രൂരത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുറേ പേരോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് അവർ യഥാർത്ഥത്തിൽ സൂപ്പർ ഹീറോസ് തന്നെയാണ്. കാരണം ദേ ഹാവ് സർവൈവ്ഡ് സച്ച് എ തിങ്. എന്നിട്ട് അവർ ജീവിതത്തിൽ ജീവിക്കുന്നു, മുന്നോട്ട് പോകുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് വലിയൊരു കാര്യമുണ്ടോ? അപ്പോൾ അത് തന്നെ സൂപ്പർ ഹീറോസാണ്. സൂപ്പർ ഹീറോയിസ് എന്നാൽ അത് സൂപ്പർ ഹീറോസ് ആണെന്നുണ്ടെങ്കിൽ സിനിമയിൽ ചെയ്യുന്നവർ അംഗീകരിക്കില്ല. ഇല്ല, അത് വേറെ കാര്യം. എക്സൈറ്റ്മെന്റ് കിട്ടില്ല. അതാ നമ്മൾ മനസ്സിലാക്കുന്നതല്ലോ സിനിമ. ഉണ്ണിമൂന്നലിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ണിമൂന്നലിലേക്ക് എത്തുന്നത് ഇതിനും ശേഷമാണ്. ഇപ്പോൾ ഇത് കഥ ചെയ്യാൻ തീരുമാനിച്ചല്ലോ, വീൽ ചെയറിൽ ആളെ കിട്ടിയല്ലോ. അപ്പം അതേപറ്റി ആര് അഭിനയിക്കും എന്നുള്ളതാണല്ലോ എൻ്റെ ചോദ്യം. ആരും ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ആൾക്കാരെ ആലോചിച്ചു. ജയസൂര്യ ആലോചിച്ചില്ല. ജയനോട് ഈ കഥ പറഞ്ഞിട്ടേ ഇല്ല. അതെന്താ കാരണം എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതുണ്ടായിട്ടല്ല. ജയനെ കണ്ടില്ല. അല്ല, ജയൻ ആലോചിക്കാത്തതിന് ജയൻ ഓൾറെഡി ചെയ്തല്ലോ, ബ്യൂട്ടിഫുൾ ചെയ്തല്ലോ. അതൊരു മെയിൻ കാരണമാണ്. ആലോചിച്ചില്ല. പിന്നെ പലരും ആലോചിച്ചു. അപ്പം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം ഉണ്ണി ഒരു ഇൻട്രസ്റ്റിംഗ് ചോയ്സാണെന്ന് എനിക്ക് തോന്നി. അതിന് ഒന്നാമത്തെ കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ്. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ വലിയൊരു വിജയമായിരുന്നു. അതിനുശേഷം ഞാൻ 5-6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കഥ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു അവസരം ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇയാൾ തിരക്കില്ല, അയാൾ 5-6 മാസം ഇട്ടൊരു പടം ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു നല്ല കാര്യമാണല്ലോ. ഹീസ് വെയിറ്റിംഗ് ഫോർ സംതിങ് എന്ന് പറയാൻ എനിക്ക് തോന്നി. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആൾ കൊടുത്ത ആൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ന്യായമായ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണ്. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ഉണ്ട്, ഫിസിക്കാലിറ്റി ഉണ്ട്, അയാളുടെ മെൻറ്റാലിറ്റി ഉണ്ട്. ഇതിൽ കൊണ്ടുവന്ന റോൾസ് ഉണ്ണി അധികം ചെയ്തിട്ടില്ല നമ്മൾ തുറന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊരു ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ചുമ്മാ ഒരു മെസ്സേജ് അയച്ചു, ഒന്ന് കണ്ടാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയുടെ റിപ്ലൈ തന്നെ ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 months ഫ്രം നൗ. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. ആൾക്ക് എന്നോട് വർക്ക് ചെയ്യാൻ അത്ര ആഗ്രഹമുണ്ട്. അതിന് ഏറ്റവും പോസിറ്റീവാണല്ലോ. അത് നിങ്ങൾ മീറ്റ് ചെയ്ത് ഇവിടെ മാരിയറ്റിലാണ് നിങ്ങൾ മീറ്റ് ചെയ്ത് കഥ പറഞ്ഞു. അപ്പം അന്ന് തന്നെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ടുള്ള. ഞാനത് തയ്യാറായിട്ട് നമ്മളോട് ആശയമായിട്ട് ഞാനോട് പറയാറില്ല. കാരണം നമ്മൾ പരിപൂർണമായിട്ട് തയ്യാറായിട്ട് വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര താല്പര്യമായി. അപ്പം ഞാൻ പുള്ളി ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്കൊരു ഗുജറാത്തിൽ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി ഈ കഥയിൽ എനിക്ക് കുറച്ച് നല്ല പറഞ്ഞു തന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇങ്ങോട്ട് ആളറിയാം. അതുകൊണ്ട് ഇയാൾക്ക് സ്കൂളിൽ വെച്ച് ആക്സിഡൻറ്റ് പറ്റിയ കുഴപ്പം, പിന്നെ കാല് വളരില്ല. അതായത് 10-ാം വയസ്സിലാണ് അപകടം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കാല് പിന്നെ അത്ര തന്നെ ഉള്ളൂ, ഈ ഭാഗമേ വളരുള്ളൂ. അപ്പം അങ്ങനെയാണ് ആദ്യം ആലോചിച്ചത് ഈ കഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഹിസ് നോസ് ഇറ്റ്. പുള്ളി പറഞ്ഞു ഇയാൾ. അപ്പോൾ ഞാൻ വെച്ചാൽ കോളേജിൽ വെച്ച് ആക്സിഡൻറ്റ് ആക്കാം. അപ്പോൾ പിന്നെ നോർമലായല്ലോ ഇയാൾ. ബിക്കോസ് ചെയ്യാൻ പാടാ അല്ലെങ്കിൽ. അപ്പം എന്ന് തുടങ്ങി. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ഫ്രണ്ടുണ്ട് ഇതുപോലെ തന്നെയാണ് സ്കൂളിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവൻ ഞാൻ സ്കൂളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് വന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് വന്ന് ക്ലാസ്സിലെത്തും. കാരണം കൈ അത്ര പവർഫുള്ളാണ്. സോ ഉണ്ണിയുടെ കൈ എത്രയാണോ അതിൻ്റെ ഇരട്ടി ഉണ്ട് കൈ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി അപ്പം തന്നെ എനിക്ക് ആ മാരിറ്റിൽ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കാണ്. അപ്പം തന്നെ അപ്പുറത്തൊരു ചെയർ ഇട്ടിട്ട് പുള്ളി കാണിച്ചു തന്നു എങ്ങനെയായിരിക്കും ഇയാൾ മൂവ് ചെയ്യുന്നത് നടക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം ക്ലിയറായി പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം വീണ്ടും മീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെയാണത് സംഭവിക്കുന്നത്. പിന്നെ അതിലോട്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ്. പാട്ട് ഇറങ്ങിയതിൽ കപിൽ പാടിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. മനു മജിദാണ് എഴുതിയിരിക്കുന്നത്. രസമായിട്ട് വന്നിട്ടുണ്ട്. കുറേ ഗായകരെയും പിന്നെ 1-2-3 എഴുത്തുകാരെയും ഒക്കെ അതിനകത്ത് പരീക്ഷിച്ചിട്ടുണ്ടല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്. ഇന്നലെ ജൂക്ക് ബോക്സ് ഇറങ്ങിയിരുന്നു. 2 പാട്ട് എഴുതിയായിരുന്നു. ഒരു പാട്ട് ഞാൻ തന്നെ ഉപേക്ഷിച്ചു, എടുത്ത് വേണ്ട. അതല്ല, ആ പാട്ട് വർക്കായില്ല. പാട്ട് നല്ല പാട്ടാണ്, വേറെ സിനിമയിൽ ഉപയോഗിക്കും. പക്ഷെ അതിൻ്റെ ഈ പാട്ടിൻ്റെയൊക്കെ ഒരു നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്ന എലമെന്റ്സ് അതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആ കഥയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആ മനുഷ്യനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മൂഡുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജുക്ക് ബോക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. പൂർണ്ണമായിട്ട് എല്ലാ പാട്ടുകളും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ
ആ ഒരു എലമെന്റ് ഇതിനകത്ത് ടോട്ടൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ കുറച്ചുകൂടെ ഇൻസ്പയർ ചെയ്ത് കുറച്ചുകൂടെ നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് പറയാൻ പറ്റുന്നത് ദിസ് ഇസ് ഹോണസ്റ്റ് ഫിലിം. ഹോണസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. അതായത് നമ്മളൊരു ഭയങ്കര പറയേണ്ട ഒരു കഥ എടുത്ത് പറയേണ്ട രീതിയിൽ പറയുക. ദാറ്റ് ഇസ് വൺ കൈൻഡ് ഓഫ് ഹോണസ്റ്റ് ഫിലിം മേക്കിംഗ്. അതല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂ അങ്ങനെ എടുത്ത് ചെയ്ത് ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ ഫിലിംസും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫിലിമല്ല. ദിസ് ഇസ് എ ഹോണസ്റ്റ് കമേഴ്ഷ്യൽ ഫിലിം. അതായത് ഒരു കമേഴ്ഷ്യൽ ഫിലിമിൻ്റെ ലേക്ക് ഒരു നല്ല അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഈവൻ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇപ്പം ഞാൻ പ്രേതത്തിൽ ചാലഞ്ച് എനിക്ക് യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണെങ്കിൽ ഈ സിനിമ വെച്ചപ്പോൾ ഞാൻ വെച്ചിട്ട് ചിലപ്പോൾ ഇന്നത്തെ സിനിമ കാണാൻ പറ്റുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, ദേ ആർ എൻ ഇവോൾഡ് ഓഡിയൻസ്. ഇപ്പോൾ ഒരു പ്രേതം ഇപ്പോൾ കാണിച്ചാൽ അവർ സ്വീകരിച്ചോളണമെന്നില്ല. ബിക്കോസ് അതിനേക്കാൾ ടെക്നിക്കൽ ക്വാളിറ്റിയും അതിനേക്കാൾ എല്ലാവരും കണ്ട് ശീലിച്ചു കഴിഞ്ഞു, സൗണ്ടിങ്ങും. അപ്പോൾ നമ്മളതനുസരിച്ച് വളർന്നേ പറ്റൂ ആ സിനിമയിൽ അവരെ എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ. മലയാള സിനിമ ആ രീതിയിൽ ഇവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരാളെ ഇന്നത്തെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള ചെറിയ പുതുമകളൊക്കെയുള്ള ഒരു പരിപാടി ചെയ്യാൻ നമ്മൾ ഹോണസ്റ്റായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഇതിൻ്റെ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വെരി എന്താ പറയുക, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കോസ് ഇത് നമ്മൾ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞൊരു ഫീൽ ആയിരുന്നു. കാരണം അത്രയും പണിയുണ്ടായിരുന്നു ആ കഥയിൽ. എന്നുവെച്ചാൽ ഒരുപാട് ലൊക്കേഷൻസും ഒരുപാട് കാര്യങ്ങൾ. ഒരു ഭാഗം കഴിയുമ്പോൾ എനിക്ക് പേഴ്സണലി ഇത് കഴിഞ്ഞല്ലോ, ഇത് ഏറ്റവും പാടുള്ള ഭാഗം കഴിഞ്ഞല്ലോ എന്ന് തോന്നും. എന്നിട്ട് നാളെ മറ്റു തുടങ്ങുമ്പോൾ മനസ്സിലാവും ആയില്ല ഇതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും എളുപ്പമാകുന്ന ഒരു പർട്ടിക്കുലർ ഭാഗമുണ്ട്. അത് നമ്മളൊരു സെറ്റൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ വെച്ച് ഏറ്റവും ഈസി ആയിരിക്കും, ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാവുന്നല്ലോ എന്ന് വെച്ചാൽ. അത് ഷൂട്ട് തുടങ്ങിയപ്പോൾ നമ്മൾക്ക് വിചാരിച്ചു എൻ്റെ ദൈവമേ ഇതായിരുന്നല്ലോ ഏറ്റവും പാട്, നമുക്കത് ഏറ്റവും അവസാനം എടുത്തതാണ് എന്ന് വെച്ചാൽ. അത് ഞങ്ങൾ എന്നിട്ട് 4-5 ദിവസം ഷൂട്ട് ചെയ്തു. ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത സംഭവം. കാരണം അത്രയും ഷോർട്സും ഒക്കെ എടുത്താൽ അത് വർക്കാവുള്ളായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, പല കാരണങ്ങളുണ്ട്, പല രീതിയിൽ കൊണ്ട്. അപ്പോൾ ഒന്നത്, പിന്നെ അതിൻ്റെ സിനിമോട്ടോഗ്രഫി, പറഞ്ഞ പോലെ മ്യൂസിക്, എല്ലാ രീതിയിലും അത് ബേസിക്കലി നമുക്കുണ്ടാവുന്നൊരു എവല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കരിയറിൻ്റെ 2 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രേതം 2 ആണെന്ന് പറയും. ദാറ്റ് ഇസ് എൻഡ് ഓഫ് വൺ ഫേസ്. കമല മുതലാണ് വേറൊരു ഫേസ് എന്ന് പറയാം. കമല ഐ തിങ്ക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ഫോർ മീ. കാരണം അത് ആൾക്കാരെ അങ്ങനെ കണ്ടുണ്ടോ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്. കാരണം നമ്മളൊരു കംഫർട്ട് സോണിൽ പുറത്ത് വരിക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം അത് ഭയങ്കര പാടാണ്. അതായത് ബൈ ദെൻ ഞാനൊരു ഭയങ്കര നല്ല ബിസിനസ്സുകാരനൊക്കെ ആയി മാറിയിരുന്നു. അതായത് എനിക്കറിയാം, എനിക്ക് ഫുൾ പരിപാടി അറിയാം. അതായത് എങ്ങനെ ഒരു കഥ ഉണ്ടാക്കണം, അതെങ്ങനെ വിൽക്കണം, എങ്ങനെ കൊണ്ടുവരണം, എന്ത് ബഡ്ജറ്റിൽ ഉണ്ടാക്കണം, അത് തിയേറ്ററിൽ അത്യാവശ്യം ഓടിക്കുക, ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമായി തുടങ്ങി. അപ്പോൾ എനിക്കിത് ബോറടിക്കാൻ തുടങ്ങി. അപ്പം പ്രേതം 2 കഴിഞ്ഞപ്പോൾ എനിക്ക് പരിപാടി ബോറടിച്ചപ്പോൾ പരിപാടി നിർത്തണം എന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രേതം 2-ന് ശേഷം ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ 2 വലിയ താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അത് എല്ലാം റെഡിയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ 2 പേരും വിളിച്ച് പറഞ്ഞു ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി എനിക്ക് മടുക്കും. കാരണം അതെനിക്കറിയാം നല്ല ബിസിനസ് നടക്കും, അത് നല്ല വിജയമായിരിക്കും. വിജയമായിരിക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത് കുറേ പേര് പോയി കാണുമല്ലോ. അങ്ങനെ 2 സ്റ്റാർസ് അഭിനയിക്കുന്നു. പിന്നെ അതൊരു സബ്ജക്റ്റ് വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ദോഷം പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കണ്ടല്ലോ.